ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡേ 17 ഓഫ് 30 ഡേയ്സ് ചലഞ്ച്. അപ്പോൾ നമുക്കിന്ന് രാവിലെ കഴിക്കാൻ ബ്രെഡായിരുന്നു. ഈ പാലും മുട്ടയും പഞ്ചസാരയൊക്കെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു ലിക്വിഡ് ഉണ്ടാക്കി അതിനകത്ത് ഇങ്ങനെ ബ്രെഡ് മുക്കി പൊരിക്കില്ലേ, ആ സംഭവമായിരുന്നു. അപ്പോൾ അതിൻ്റെ മിക്സ്ചറൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ആ സമയത്ത് തഴന്ന് ലളിതാൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആൻറ്റിയോടൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ബ്രെഡും ചായയൊക്കെ കുടിച്ചു. ഇപ്പോൾ ഇലക്ഷൻ്റെ ടൈം ആയതുകൊണ്ട് വീട്ടിൽ ഈ ഇലക്ഷൻ്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് വീഡിയോസ് കോപ്പി ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ആക്ച്വലി ഷൂട്ടിന് പോകാനുള്ള ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാനുള്ള ടൈമായി. അപ്പോൾ പെട്ടെന്ന് റെഡിയായി ഫുഡൊക്കെ കഴിച്ച് നേരെ അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പം ഓൾറെഡി താഴെ എല്ലാം സെറ്റാക്കിയതുകൊണ്ട് കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്ന് എടുത്തു. അങ്ങനെ നേരെ കിൻഫ്രയിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ട്. അങ്ങനെ ഷൂട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഒന്ന് തോർന്ന സമയത്ത് ഞാനൊരു ബേക്കറി കയറി കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് ചായയും സ്നാക്സൊക്കെ കഴിച്ചു. എനിക്ക് തോന്നുന്നു എൻ്റെ പേര് പോക്കറ്റ് ഷവർമ എന്നെന്തോ ആയിരുന്നു. അപ്പോൾ അതായിരുന്നു സ്നാക്സ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് ഞാനും അച്ഛനും അവനും കൂടെ ലുലുവിൽ പോയി. ഇന്നലെ വെച്ച് ഭയങ്കര തിരക്കായിരുന്നു ലുലുവിൽ. എനിക്കൊന്ന് വീക്കെൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങാനായിട്ട് ഞങ്ങളവിടെ റേറ്റൊക്കെ നോക്കിയായിരുന്നു. കുറച്ച് കത്തിയായിരുന്നു. പിന്നെ വെച്ചാൽ ഓൺലൈനിൽ വാങ്ങാമെന്ന്. അത് കഴിഞ്ഞ് കഴിക്കാൻ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ മേലിൽ വന്നപ്പോൾ ഇവിടെ കബഡി നടക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം കണ്ടു. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് നേരിട്ട് ഇങ്ങനെ കബഡി കളിക്കുന്ന സംഭവങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ വിളി കേൾക്കുമ്പോൾ അങ്ങോട്ടൊന്ന് നോക്കും, അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ PVR കയറി സിനിമയ്ക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തു അടുത്ത ദിവസം കാണാനായിട്ട്. പിന്നെ അമ്മ വരാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് നേരെ വീടെത്തി. എന്നിട്ട് കുറച്ച് തുണിയൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ആയപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇൻസ്റ്റയിലാണ് കാണുമെങ്കിൽ എന്നത്തെ പോലെ ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി കുറച്ച് ഡേയ്സും കൂടെ ഉള്ളൂ ഈ ചലഞ്ചിന്. അപ്പോൾ നിങ്ങൾ കമൻറ്റും കൂടെ ഇടുക, ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.